എല്ലാ ചെടികളിൽ നിന്നും വ്യത്യസ്തമായി വളരുന്ന വീടിന് വളരെയധികം ഭാഗ്യവും ഈശ്വരാധീനവും നൽകുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം. അതായത് മറ്റുള്ള ചെടികളെ പോലെ എല്ലാ വീടുകളിലും സമ്പൽ സമൃദ്ധമായി വളരുന്ന ഒരു ചെടിയല്ല ശംഖുപുഷ്പം. ഇനി നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം നല്ല രീതിയിൽ തഴച്ചു വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വളരെയധികം ഈശ്വരാധീനവും പോസിറ്റിവിറ്റിയും നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. കാരണം നിങ്ങളുടെ വീടിനെ ബാധിച്ചേക്കാവുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും അകറ്റുകയും വളരെയധികം പോസിറ്റീവ് ഊർജത്തെ ആകർഷിച്ചെടുത്ത് ആ വീടിന് ശാന്തമായ ഒരു അന്തരീക്ഷം നൽകുവാനും ഈ ശംഖുപുഷ്പം എന്ന ചെടിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഇത്തരത്തിൽ നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എഴുതി അറിയിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, അത്തരത്തിൽ ഒരു നല്ല കാര്യം കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷകരമാണ്. ഇനി ഇതിനെല്ലാം പുറമെ ശംഖുപുഷ്പം എന്ന ചെടി വളരുന്ന വീടുകളിൽ ചില പ്രത്യേക സ്വഭാവക്കാരായ വ്യക്തികളുണ്ടായിരിക്കും. അത് ആ വീട്ടിലുള്ള എല്ലാവരും അല്ലെങ്കിൽ പോലും ശംഖുപുഷ്പം വളരുന്ന വീട്ടിലുള്ള ഒരു വ്യക്തിയെങ്കിലും ഇനി പറയുവാൻ പോകുന്ന തരത്തിലുള്ള ഒരാളായിരിക്കും. അപ്പോൾ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള ആ ഒരു വ്യക്തിയെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനി ഈ അധ്യായം കണ്ടതിനു ശേഷം നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത ഉള്ള ആളാണോ എന്നത് നിങ്ങൾ തന്നെ വിലയിരുത്തിയതിനു ശേഷം എഴുതി അറിയിക്കുവാൻ മറക്കരുത്. ഇതിൽ ഒന്നാമതായി, ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലെ ആ ഒരു വ്യക്തിക്കുള്ള ഏറ്റവും വലിയ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് തികഞ്ഞ ഈശ്വരവിശ്വാസമായിരിക്കും. അതായത് എല്ലാ മനുഷ്യരെയും പോലെ തന്നെ ആ ഒരു വ്യക്തിക്കും ജീവിതത്തിൽ പലപ്പോഴും മനസ്സ് തകർന്നു പോകുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ചില സമയത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി സ്വയം മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളോ വന്നാൽ പോലും ഈശ്വരൻ എല്ലാത്തിനും ഒരു വഴി കാണിക്കും എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു നല്ലത് നടക്കുമെന്നുള്ള വിശ്വാസം ഒരു കാരണവശാലും ആ വ്യക്തി കൈവിടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, വലിയ രീതിയിലല്ലെങ്കിൽ പോലും രാവിലെ ഉറക്കമുണരുമ്പോഴും അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപായും ചെറിയ രീതിയിലെങ്കിലും ഈശ്വരനോട് നന്ദി പറയുവാനും ചെറിയ രീതിയിലുള്ള പ്രാർത്ഥനയിലൂടെയും ധ്യാനങ്ങളിലൂടെയും ഒക്കെ തന്നെ മനസ്സിനെ ശാന്തമായി വയ്ക്കുവാനും ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ആ ഒരാൾ. അതായത് ദൈവാധീനത്തെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് സാരം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ ഒരു വ്യക്തിക്ക് ജീവിതത്തെ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതും. മാത്രമല്ല, പൊതുവെ വീട്ടിലുള്ള മറ്റെല്ലാവരെക്കാളും രാവിലെ സമയങ്ങളിൽ വളരെ നേരത്തെ തന്നെ ഉണരുവാനും കുറച്ചു സമയം ശാന്തമായി പ്രാർത്ഥിക്കുകയോ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ഇതിൽ ചില ആളുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഈശ്വരാധീനത്തെയും പോസിറ്റിവിറ്റിയെയും അവർ കൂടുതലായി ജീവിതത്തിൽ ആകർഷിച്ചെടുക്കുന്നതിനാൽ തന്നെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അവസാനം അതിൽ നിന്ന് കരകയറുവാൻ അവരെ കൊണ്ട് കഴിയും. ഇനി ഏറ്റവും പ്രധാനമായി, ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലെ ആ ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളോ
അതല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് വിഷമിക്കുന്നവരായിരിക്കും. മനസ്സ് വിഷമിക്കും എന്നത് മാത്രമല്ല, ആ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന കൂട്ടത്തിലുമാണ് ഈ ആളുകൾ. എന്നാൽ വിഷമമായാലും ദേഷ്യമായാലും വളരെ നീണ്ട സമയത്തേക്ക് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഇനി എന്തെങ്കിലും വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ തന്നെ സംസാരിച്ച് എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയോട് ആ പ്രശ്നം പരിഹരിക്കുവാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതായത് അനാവശ്യമായ ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കാതെ മനസ്സിൻ്റെ ശുദ്ധി നിലനിർത്തുന്നതിനുള്ള ഗുണം ആ ഒരു വ്യക്തിക്ക് വളരെയധികമായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവർക്കായാലും സുഹൃത്തുക്കൾക്കായാലും ഈ ഒരു വ്യക്തിയോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇനി ഇത് മാത്രമല്ല, ജീവിതത്തിൽ പലപ്പോഴും ചില പരാജയങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും പരാജയങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ദുഃഖിച്ചിരിക്കാതെ ജീവിതത്തിൻ്റെ പോസിറ്റീവായ വശം ചിന്തിക്കുവാനും ആ ഒരു പരാജയം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുവാനും ഒരു പ്രത്യേക കഴിവ് ഈ വ്യക്തികൾക്കുണ്ട്. അതായത് ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളെ ഒരു പാഠമായി കണക്കാക്കുവാനാണ് ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. ഇതിൽ പരാജയം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഉണ്ടായ പരാജയമായിരുന്നാലും, അതല്ല ഇനി മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നേരിടേണ്ടി വന്ന വഞ്ചന നിറഞ്ഞ ചില അനുഭവങ്ങളായിരുന്നാലും, അതിനെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് അങ്ങനെയൊരു അബദ്ധത്തിലേക്ക് ചെന്നു ചാടാതിരിക്കുവാൻ ഈ വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കും. മാത്രമല്ല, അത്തരത്തിൽ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതിനാൽ തന്നെ ഇപ്പോൾ വ്യക്തിബന്ധങ്ങളെ പോലും തിരഞ്ഞെടുക്കുന്നതിൽ ഈ വ്യക്തികൾ വളരെ തിരിച്ചു ചിന്തയുള്ളവരാണ്. കാരണം ഇനിയൊരു അബദ്ധം മുൻപ് പറ്റിയതുപോലെ പറ്റാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുതിയ ബന്ധങ്ങളിലേക്ക് ചെല്ലുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നത് മാത്രമല്ല, മുൻപുണ്ടായിരുന്ന ചില സുഹൃത്തുക്കളെയും ഒപ്പം നിന്ന ചില വ്യക്തികളെയും നിങ്ങൾ മനസ്സമാധാനത്തിന് വേണ്ടി ഒഴിവാക്കിയിട്ടുമുണ്ട് എന്നതാണ് സത്യം. അതായത് സ്വന്തം ജീവിതത്തിലെ സമാധാനത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി ഇയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതുപോലെ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും ജീവിതത്തിൽ സാമ്പത്തികമായി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും പണം വന്നാലും പോയാലും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നത് മാത്രമല്ല, പണമല്ലേ വീണ്ടും വരുമെന്നുള്ള ഒരു വിശ്വാസവും ഈ ഒരാൾക്കുണ്ട്. മാത്രമല്ല, സ്വന്തം കുടുംബത്തിലെ ആവശ്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കുകയും ആ ആവശ്യങ്ങളെ ഒരു കുറവും കൂടാതെ നിറവേറ്റുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കും ഈ ഒരാൾ. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ ഉന്നതിയിലല്ല നിൽക്കുന്നത് എങ്കിൽ പോലും മറ്റൊരാൾ ഒരു ആവശ്യം പറഞ്ഞാൽ ആ പണം തിരികെ ലഭിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് ആ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ അത്തരത്തിൽ വളരെ നല്ല മനസ്സിന് ഉടമയായതിനാൽ തന്നെ ചില സാമ്പത്തിക നഷ്ടങ്ങളും പലപ്പോഴും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ സഹായം ചെയ്യുമ്പോൾ അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടി തിരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ വ്യക്തി. വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും ജീവിതത്തിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയോ പ്രതിസന്ധി അനുഭവിക്കുകയോ ചെയ്യുന്ന സമയങ്ങളിൽ എങ്ങനെയെങ്കിലുമൊക്കെയായി ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള വഴി ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അത്തരത്തിൽ അപ്രതീക്ഷിതമായ ധനവരവുകൾ ഉണ്ടാകുമ്പോഴൊക്കെ
അതിനെ ദൈവകൃപ എന്നാണ് നിങ്ങൾ വിശേഷിപ്പിക്കാറ്. മാത്രമല്ല, ജീവിതത്തിൽ ലഭിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈശ്വരനോട് നന്ദി പറയുന്നതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങളെ ജീവിതത്തിൽ ആകർഷിക്കുവാനുള്ള കഴിവും ഈ ഒരു വ്യക്തിത്വത്തിന് ഉണ്ടായിരിക്കും. ഇനി അടുത്തതായി, ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലുള്ള ആ ഒരു വ്യക്തിക്ക് പൊതുവെ കാണപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളിൽ ഒന്നായിരിക്കും അധികം ആഡംബരമൊന്നുമില്ലെങ്കിലും ജീവിതത്തെ നല്ല രീതിയിൽ ആസ്വദിക്കുവാനുള്ള കഴിവ് എന്നത്. അതായത് ഒരുപാട് പണവും ആഡംബര ജീവിതവും കൊണ്ട് ജീവിതത്തിലെ ആസ്വാദനം കണ്ടെത്തുന്നതിലുപരിയായി ഉള്ളതിൽ സന്തോഷിക്കുവാനും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ആ ഉള്ളത് കൊണ്ട് സന്തോഷിപ്പിക്കുവാനും വളരെയധികം കഴിവുള്ളവരാണ് ഈ വ്യക്തികൾ. അതായത് ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വളരെയധികം തൃപ്തി കണ്ടെത്തുവാനും ഒപ്പം തന്നെ സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങൾ പിന്നീട് വീണ്ടും ചെയ്യുവാനും അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി വളരെയധികം യാത്രയെ ഇഷ്ടപ്പെടുകയും പുതിയ കാഴ്ചകളും സ്ഥലങ്ങളും കാണുവാൻ ഒരുപാട് ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും അവർ. ആഗ്രഹമുണ്ട് എന്ന് മാത്രമല്ല, സമയവും സാഹചര്യവും കിട്ടുന്നതിനനുസരിച്ച് ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനും അവർ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയോടും ചെടികളോടും മണ്ണിനോടുമൊക്കെ വളരെയധികം ഇഷ്ടമുള്ളവരും പ്രകൃതിയോട് ഇഴുകി ജീവിക്കുന്നതിൽ താല്പര്യമുള്ളവരുമായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ചില ജീവജാലങ്ങൾക്ക് ആഹാരം നൽകുവാനും കൂടുതൽ ചെടികൾ നട്ടുവളർത്തി പരിപാലിക്കുവാനുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇവർ. കൂടാതെ തന്നെ നട്ടുവളർത്തുന്ന ഓരോ ചെടികളും പൂവിടുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും ഒപ്പം തന്നെ പുതിയ പൂവുകൾ വിരിയുമ്പോൾ അത് കണ്ട് പ്രത്യേകതരം ആനന്ദം കണ്ടെത്തുകയും അത് കാണുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരുമായിരിക്കും ഇവർ. അതൊരു പക്ഷേ ഇന്ന് ഈ അധ്യായം കാണുന്ന നിങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരു വ്യക്തിയോ ആയിരിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക. ഇനി പ്രകൃതിയോടും ജീവജാലങ്ങളോടും സ്നേഹത്തോടെ പെരുമാറുന്നു എന്നതുപോലെ തന്നെ സ്വന്തം വീടും പരിസരവും വളരെയധികം വൃത്തിയോടെ സൂക്ഷിക്കുവാനും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം താല്പര്യമായിരിക്കും. അതായത് വീട്ടിലെ മറ്റുള്ള വ്യക്തികൾക്ക് വീട് വൃത്തിയായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ കൂടി ഉപദേശിക്കുവാനും വീട് വൃത്തിക്ക് വെക്കണമെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുവാനും ഈ ഒരു വ്യക്തി മറക്കാറില്ല. ഇനി അടുത്തതായി, ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലുള്ള ആ ഒരു വ്യക്തി ദൈവിക സൂചനകളിലും ശകുനങ്ങളിലും പ്രപഞ്ചശക്തി നൽകുന്ന അടയാളങ്ങളിലുമൊക്കെ വളരെയധികം വിശ്വസിക്കുന്നവരായിരിക്കും. അതായത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി മുൻപ് തന്നെ ഒരു ഉൾവിളി എന്ന രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല, മനസ്സിൽ ഇത്തരത്തിൽ അവർ കരുതി കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ കാണുന്ന സ്വപ്നങ്ങളെയും അവർക്ക് ഈശ്വരനായി കാണിച്ചു കൊടുക്കുന്ന അടയാളങ്ങളെയും അവർ നിസ്സാരമായി കാണാറില്ല. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലായി ഈശ്വരാധീനം തേടുകയും ഒപ്പം തന്നെ മനസ്സ് പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യും. അതായത് ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം അവർക്ക് വേണ്ടി മന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ആ വ്യക്തികൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഈശ്വരാധീനവും ഭാഗ്യവും ഇവരിൽ വളരെയധികം അവർ പോലും അറിയാതെ നിറഞ്ഞു നിൽക്കുന്നതിനാലാണ്
ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അവർക്ക് പ്രത്യേകമായി അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെ ജീവിതം വരെ കൈവിട്ടു പോകേണ്ട ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ളവരാണ് ഇവർ. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുള്ള ആ വീടിന് ഇവർ ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുവാൻ ഈ വ്യക്തികൾക്ക് പ്രത്യേക താല്പര്യമാണ്. അതായത് എന്തെങ്കിലും രീതിയിൽ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർ ദുഃഖിക്കുന്നത് കണ്ടാൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ വിഷമത്തിന് പരിഹാരം കാണുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും പരമാവധി ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ഇത്. അതായത് ഈ വ്യക്തിയുള്ള വീടിന് തന്നെ ഒരു പോസിറ്റിവിറ്റിയും സന്തോഷവും അനുഭവത്തിൽ വരും എന്നാണ് ചുരുക്കം. അത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരാളായതിനാൽ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഈ ഒരു വ്യക്തിയില്ലെങ്കിൽ അതിൻ്റെ കുറവ് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇനി ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലുള്ള ആ ഒരു വ്യക്തി മറ്റുള്ള ഒരുപാട് വ്യക്തികളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ഒരാളായിരിക്കും. അതായത് മനസ്സിൽ എന്തെങ്കിലും ഭാരമോ ദുഃഖമോ ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ള വ്യക്തികൾക്ക് ഓടി വന്ന് സംസാരിക്കുവാൻ തോന്നുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും ഈ ഒരാൾ. കാരണം മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന ഒരു സംസാര ശൈലി ഉള്ളതിനാൽ തന്നെ എതിർഭാഗത്ത് നിൽക്കുന്ന ആ വ്യക്തിക്ക് അവരുടെ പ്രശ്നങ്ങളെ ലഘുവായി കാണുവാൻ കഴിയുകയും അതിലൂടെ ഒരു പോസിറ്റിവിറ്റി ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ ഇത്രയധികം അകമഴിഞ്ഞ് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ചില സമയങ്ങളിൽ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം തിരികെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവം ഈ വ്യക്തികൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. മാത്രമല്ല, പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരവും സ്നേഹവും മാത്രം നൽകിയിട്ടും എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ട സാഹചര്യങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അതോർത്ത് സ്വന്തം ജീവിതത്തിലെ സന്തോഷമില്ലാതാക്കാതെ പോസിറ്റിവിറ്റി തിരികെ പിടിക്കുവാൻ അവർ മറക്കാറില്ല. മാത്രമല്ല, പലപ്പോഴും സ്വന്തം വീട്ടിലെ ചില കുടുംബ കലഹങ്ങൾ വരെ ഒഴിവാക്കുവാനും വലുതാകേണ്ട പ്രശ്നത്തെ ഇല്ലാതാക്കുവാനും മുൻപന്തിയിൽ നിൽക്കുവാനും ഈ വ്യക്തി മടിക്കാറില്ല. അതായത് സ്വന്തം കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നത് ഈ ഒരാൾ തന്നെയാണ്. ഇനി ഇതിലെല്ലാം പ്രധാനമായി ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലെ ആ ഒരു വ്യക്തി വളരെയധികം ഭാഗ്യവതിയോ ഭാഗ്യവാനോ ആയിരിക്കും. അതായത് ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങളും നേട്ടങ്ങളും തീർത്തും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് അവരിലേക്ക് വന്നു ചേരുകയും ഒട്ടനവധി സന്തോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം വളരെയധികമുള്ള വ്യക്തികളുമായിരിക്കും ഇവർ. അപ്പോൾ ശംഖുപുഷ്പം വളരുന്ന ഒരു വീടാണ് നിങ്ങളുടേതെങ്കിൽ ഇത്തരത്തിൽ മേൽപ്പറഞ്ഞ സ്വഭാവ സവിശേഷതകളുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ വീടുകളിലുണ്ടായിരിക്കും. അതൊരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.